ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്ക്. വടകര ദേശീയപാതയിൽ കാറും ട്രാവലർ വാനും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ 4 പേർ മരിച്ചു. ഒരാൾക്ക് ഗുരുതര പരുക്ക്. വിശദാംശങ്ങളുമായി ചേതൻ സാജൻ കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ചേതൻ, എപ്പോഴായിരുന്നു അപകടം? എന്താണ് ഈ അപകടത്തിന് കാരണം? മറ്റു കാഷ്വാലിറ്റീസ്? വടകരയ്ക്ക് സമീപം മൂരാട് പാലത്ത് വെച്ചാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 3:15 ഈ അപകടം സംഭവിക്കുന്നത്. ഈ എർട്ടിഗ കാറും അതുപോലെ തന്നെ ട്രാവലർ വാനും കൂട്ടിയിടിച്ചാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഈ അപകടത്തിൽ 4 പേരാണ് മരിക്കുന്നത്. ഈ കാറിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 5 പേരിലെ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. ഇയാളെ വടകര സഹകരണ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ മരിച്ചവരിൽ 3 സ്ത്രീകളും ഒരു പുരുഷനുമാണ് ഉൾപ്പെടുന്നത്. ഈ കാർ വടകര രജിസ്ട്രേഷനാണ്. അതുപോലെ തന്നെ ഈ എതിരെ വന്ന ഈ ട്രാവലർ വാൻ അത് കർണാടകയിൽ നിന്ന് വന്നതാണ്. കർണാടക രജിസ്ട്രേഷൻ വാഹനമാണ്. ഈ വാഹനത്തിൽ 8 കർണാടക സ്വദേശികളാണ്. ഇവർ ഇപ്പോൾ ചികിത്സയിലാണ്. ഇവരെ ഇപ്പോൾ ഈ വടകരയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ച് യാതൊരു ആശങ്കകളൊന്നും ഇല്ല എന്നാണ് നിലവിൽ അറിയാൻ സാധിച്ചത്. ഏതായാലും ഈ ടെമ്പോ ട്രാവലറുടെ അമിത വേഗതയാണ് ഈ അപകടത്തിന് കാരണമായത് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കാറിൻ്റെ മുൻവശം പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. ഈ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും എത്തിയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത്. ഇവരുടെ ആശുപത്രിയിൽ എത്തിക്കുന്ന മുമ്പ് തന്നെ ഇവരുടെ മരണം സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ 4 മരണമാണ് സംഭവിച്ചത്. ഇവരുടെ മൃതദേഹം വൈകാതെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതായിരിക്കും. വടകര ജില്ലാ ആശുപത്രിയിൽ വെച്ചായിരിക്കും ഇവരുടെ പോസ്റ്റ്മോർട്ടം നടത്തുക. വിനിഷ, മരിച്ചതാരാണ് എന്ന തരത്തിൽ ഉള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തേക്ക് വരുന്നില്ല എന്നും തോന്നൂലേ ഈ ഘട്ടത്തിലും? അതെ, ഇപ്പോഴുള്ള നിലവിലെ ഇപ്പോൾ നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ച് ഇവരെ ആരാണോ, അവരുടെ വീട്ടഡ്രസ്സും ഒക്കെ മറ്റു കാര്യങ്ങളൊന്നും ഈ നിമിഷം നമുക്ക് അറിയില്ല. ഏതായാലും അതൊക്കെ വരുന്ന മണിക്കൂറുകൾക്കുള്ളിൽ അതിനെക്കുറിച്ച് വിശദമായ വിവരം തരാൻ നമുക്ക് സാധിക്കും. ഏതായാലും ഇവരെ മാറ്റിയിരിക്കുന്ന, ഈ അപകടത്തിൽപ്പെട്ടവരെ മാറ്റിയിരിക്കുന്നതും മരിച്ച ആളുകളെ മാറ്റിയിരിക്കുന്നതും വടകര ജനറൽ ആശുപത്രിയിലേക്കാണോ? ഈ കർണാടക രജിസ്ട്രേഷൻ ടെമ്പോ ട്രാവലറുടെ അതിൽപ്പെട്ട ആളുകളെ മാറ്റിയിരിക്കുന്നത് ഈ വടകര വടകരയിലെ സ്വകാര്യ ആശുപത്രിയിലാണ്. ഈ കാറിൽ ഉണ്ടായിരുന്നവരെയാണ് ഈ വടകരയിലെ സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റിയത്. പക്ഷെങ്കിൽ ആശുപത്രി എത്തുമ്പോൾ തന്നെ ഈ കാറിലുണ്ടായ 5 പേരിൽ 4 പേരും മരണപ്പെട്ടിരിക്കുന്നു. ഒരാളാണ് ഇപ്പോൾ കാറിലുണ്ടായതിൽ അവശേഷിക്കുന്നത്. ഇയാളുടെ പരിക്ക് ഗുരുതരമാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഏതായാലും ഈ പരിക്കേറ്റവരും അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെ വിവരം അല്പസമയത്തിനകം നൽകാനാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മിനിഷ, 3 സ്ത്രീകളും ഒരു പുരുഷനുമാണ് മരിച്ചതല്ലേ? അതെ, 3 സ്ത്രീകളും ഒരു പുരുഷനുമാണ് ഈ മരിച്ചത്. ഈ വടകരയിൽ ഒരു വിവാഹ സൽക്കാരം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഇവരുടെ മരണം സംഭവിക്കുന്നതെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അത് മാത്രമല്ല, ഈ വടകരയിൽ ഒരു പെട്രോൾ പമ്പുണ്ട്. ഈ പെട്രോൾ പമ്പിൽ ഇന്ധനം നിറച്ച് വാഹനം, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ വാഹനം പതുക്കെയായിരുന്നു സ്ലോയിൽ വരികയായിരുന്നു എന്നാണ് നമുക്ക് വിവരം ലഭിച്ചത്. എതിർവശത്തുനിന്ന് ഈ ടെമ്പോ ട്രാവലർ, കർണാടക രജിസ്ട്രേഷൻ ടെമ്പോ ട്രാവലർ അമിത വേഗതയിൽ വന്ന് ഈ കാറിനെ ഇടിച്ചിടുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കാൻ സാധിച്ചത്. ഏതായാലും ഈ അപകടത്തോടുകൂടി കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നിരിക്കുകയായിരുന്നു. നാട്ടുകാർ കാറ് വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത്. ഈ പുറത്തെടുക്കുമ്പോൾ തന്നെ ഇവരുടെ ഈ 4 പേരുടെ മരണം ഏതാണ്ട് സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഏതായാലും ഈ ആരൊക്കെയാണ്, അവരുടെ മറ്റു വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ ലഭ്യമാകും. ഇൻഷാ. ശരി, ചേതനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കാറും ട്രാവലർ വാനും കൂട്ടിയിടിച്ച 4 പേർ മരിച്ചിരിക്കുന്നു. വടകര മൂരാട് പാലത്തിന് സമീപമാണ് സംഭവം. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. മരിച്ച ആളുകളുടെ മൃതദേഹം വടകര സഹകരണ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിരിക്കുകയാണ്.